വ്യത്യസ്തനാം ഇബ്രാഹിക്ക. നമ്മളെല്ലാവർക്കും പ്ലാസ്റ്റിക് ഉപഹാരങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ മറ്റെന്താ എല്ലാം പ്ലാസ്റ്റിക്കിന്റെ ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ കൊടുക്കും. പക്ഷെ ഇബ്രാഹിക്ക എല്ലാവർക്കും കൊടുക്കുന്ന മൊമെന്റോസ് എന്ന് പറഞ്ഞാൽ ഇതാ ജീവിതമുള്ള നമുക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ചെടികൾ. ഇന്ന് നമ്മൾ ഇവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന നമ്മുടെ ഡോക്ടർ സഹീർ നെല്ലിപ്പറമ്പിന് ജീവനുള്ള ഈ ചെടിയാണെന്ന് ഉപഹാരമായിട്ട് കൊടുക്കുന്നത്. പിന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തമം. നമ്മള് ജീവന്റെ ഭാഗമാണല്ലോ. അത് മറ്റുള്ളവരും കൂടി ചെയ്യാം, നമ്മൾ സ്വന്തം ചെയ്യാപ്പോതാ. ഇന്ന് ഡോക്ടർ സഹീർ നെല്ലിപ്പറമ്പിന് ഇവിടെ ഓക്സിജന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണോ? അല്ല, ഇത് ആദ്യമുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞ ഉപഹാരത്തെ വളരെ നല്ല ഇതുപോലെ വ്യത്യസ്തമായ ഐഡിയകളാണ് എപ്പോഴും നമുക്ക് വേണ്ടത്. സിൽമണിയിൽ നമ്മൾ എപ്പോഴും പറയാറ് തന്നെ വ്യത്യസ്തമായ ഐഡിയകൾ കൊണ്ടുവരണം. അപ്പോൾ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആരാണെന്ന് അറിയോ? അദ്ദേഹത്തിന്റെ മാർഗങ്ങൾ അയാൾ അനുവർത്തിക്കണമെന്നും കൂടി പറയാം. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു പ്രയത്നം ഉണ്ടായ ആളാണ്. നൊബേൽ സമ്മാനം കിട്ടിയ ആളാണ്. സ്റ്റീഫൻ ആർ കോവിയുടെ അടുത്ത പുസ്തകത്തിൽ പെങ്ങളെ കുറിച്ചായിരിക്കും പറയാം. ഇടവണ്ണ ആരോഗ്യ അയാളെ സ്റ്റുഡന്റ് നമ്മളെ ഇടവണ്ണ ആരോഗ്യ കൂട്ടായ്മയോട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാനത് പറയാം. എനിക്ക് പറയേണ്ട എല്ലാവരും പ്രത്യേകം പറയാണ്, എല്ലാരും ഇത് മാതൃകയാക്കുക. നമ്മൾ പ്ലാസ്റ്റിക് പൂക്കളല്ല കൊടുക്കേണ്ടത്, ഇതുപോലെ ജീവനുള്ള പൂക്കൾ കൊടുക്കുക. ഇതിൽ എത്ര വെറൈറ്റി ഉണ്ട്? ഇത് കരിയേപ്പ്, ചെടികൾ സോറി, കരിയേപ്പ്, കുരുമുളക്, പിന്നെ വെണ്ട, ഇഞ്ചി. വേറെ കാര്യമുണ്ട്, ഈ സഹീർ നെല്ലിപ്പറമ്പന് ഇതുപോലത്തെ ഒരാളാ. ഞാനിപ്പോ പറഞ്ഞത് ഓവറാണ്. ഞങ്ങൾ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. നല്ലൊരു റെയിൻ ഷെൽട്ടർ ഉണ്ട്, കൃഷികൾ വേണമെങ്കിൽ കുറച്ച് ഫോട്ടോ കാണിച്ചു വന്നു കൊടുത്തിട്ടുണ്ട് ഡോക്ടർക്ക്. മാതൃകയാണ്. ഏതായാലും നമ്മളെ ഉദയന്റെ ശില്പങ്ങൾ പോലെ അല്ലേ ഉദയ, അതുപോലെ അടുത്തൊരു മാതൃകയാണ് നമുക്ക്